Good morning. Good morning. Okay, എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ നല്ലതായിരുന്നോ? ഓക്കെ, ഒരാഴ്ചയൊക്കെ നമുക്ക് ലീവ് ഒക്കെ കിട്ടിയല്ലേ? ഓക്കെ, നമ്മളൊരു ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് തേർഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള്? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ അത്? അവിടെ വരെ ഓക്കെ ആണോ? നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റില് എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റും അതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. അതുപോലെ ട്രെയിനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റെപ്പ് പഠിച്ചു അല്ലെ? നീഡ്സ് അസസ്മെന്റ് പഠിച്ചു, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇത്രയും പ്രോസസ്സ്, ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് വരെയാണ് നമ്മൾ പഠിച്ചത്, പറഞ്ഞു നിർത്തിയത് അല്ലെ? ആ ഒരു 5ാമത്തെ സ്റ്റെപ്പ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഇവാലുവേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ? ഓക്കെ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ അല്ലേ? അത് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ട്രെയിനിങ് മെത്തേഡുകളാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ട്രെയിനിങ് എന്താണെന്ന് അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിനിങ് മെത്തേഡ്. ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് പരിശീലനങ്ങൾ നൽകാം? അപ്പൊ there are two types of training method. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആണുള്ളത്. ഒന്നാമത്തത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്സ്. സൗണ്ട് കുറവാണോ? ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആണോ? ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ട്രെയിനിങ് മെത്തേഡ്സ് ആണ് കേട്ടോ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ട്രെയിനിങ് മെത്തേഡ്സില് 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. അതിൽ ഒന്നാമത്തത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും സെക്കൻഡ് വൺ ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്സും. അപ്പൊ അതിന് ആദ്യം നമുക്ക് ഓൺ ദ ജോബ് മെത്തേഡ്സ് നോക്കാം. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണേ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ this type of training is also known as job instruction training. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് കൂടി അറിയപ്പെടുന്നത് ഏതാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് ആണോ, ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണോ? അത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനെ എന്തുകൂടി അറിയപ്പെടുന്നുണ്ടെന്നാ പറഞ്ഞേ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. And this training is most commonly used as a method where the individual is placed on a regular job and taught about the skills and vital things to perform the job. ഇവിടെ ഒരിക്കലും ഒരു വ്യക്തി ആ ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കുന്ന ആളുകളെ അവര് റെഗുലർ ആയിട്ട് അവര് പതിവായി എവിടെയാണോ ജോലി ചെയ്യുന്നത് അതേ സ്ഥലത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു? പരിശീലനങ്ങൾ നൽകുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഓരോ ഇൻഡിവിജ്വൽസും അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസും എവിടെയാണോ അവർ സാധാരണ ജോലി ചെയ്യുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുകയും അവരുടെ സ്കിൽസും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ വൈറ്റൽ തിങ് ടു പെർഫോം ദ ജോബ്, ആ ജോലി അവർ ചെയ്യുന്ന എന്ത് ജോലിയാണോ അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഇപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാല് എന്തെന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കോമൺലി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്.
ഇതില് ആ എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലും ഏത് സ്ഥലത്താണോ പതിവായി ഇവർ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ വെച്ച് തന്നെ അവരുടെ ആ ഒരു ജോലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ അവർ സാധാരണ എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ജോലി സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അത് ക്ലിയർ ആണോ? അത്രയും ഓക്കെ അല്ലേ? ഇനി അതിന് പല മെത്തേഡുകളുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജോബ് റൊട്ടേഷൻ. കേട്ടിട്ടുണ്ടോ ജോബ് റൊട്ടേഷൻ? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ. ഇവിടെ ഇപ്പൊ നിങ്ങൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു കാണുന്നത്, അതായത് നമ്മൾ ഇന്ന് ചെല്ലുന്ന ചിലപ്പോ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ നമ്മൾ ഇന്ന് ലോൺ സെക്ഷനിലോ അല്ലെങ്കിൽ ക്യാഷിലോ ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കും അവരുടെ പൊസിഷൻസ്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇന്ന് നമ്മൾ പോകുമ്പോൾ ഇരിക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത വീക്കിലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു പൊസിഷനിൽ ഉണ്ടാവാം. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അവരെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അതേ ജോലി സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ, വേറെ പുറത്തുനിന്നൊന്നും ആരെയും കൊണ്ടുവരുന്നതല്ല. അവിടെ തന്നെ ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവുമല്ലോ, അതില് ഒരു ജോലിയിൽ നിന്ന് ഒരാളെ മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നു? ഓരോരോ പൊസിഷനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഗുണം? എന്താണ് അതിന്റെ ഒരു ഗുണം? ഇപ്പൊ നമ്മൾ ഇന്ന് ലോൺ സെക്ഷനിലായിരുന്നേ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ദിവസം ക്യാഷ് സെക്ഷനിലായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഗുണം? എന്താ? എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ നമ്മൾ അത് ചെയ്യില്ലല്ലോ. എന്താണ് അതിന്റെ ഒരു ഗുണം? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? അതായത് ഇവിടെ വേറെ സ്ഥലത്തേക്ക് അല്ലാട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ സ്ഥാപനത്തിനുള്ളിലെ തന്നെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്താണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അതിന്റെ ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റും ഇല്ല. ഒരു ബെനിഫിറ്റും ഇല്ലാത്തതുകൊണ്ടാണോ? ആണോ? ഒരു ബെനിഫിറ്റും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യേ. എന്താണ് ആരും റിപ്ലൈ ഒന്നും ചെയ്യാത്തെ? രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലേ? ഒരു എനർജി ഒക്കെ ഒന്ന് വന്നില്ലല്ലോ. എന്തായിരിക്കും? നമ്മൾ സ്ഥിരം ഒരേ ജോലി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക? ഒരു മടുപ്പ് തോന്നില്ലേ? തോന്നും ഇല്ലേ? മടുപ്പ് തോന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ബോറടി അല്ലെങ്കിൽ ആ ഒരു വിരസത മാറ്റാൻ പറ്റില്ലേ? ശരിയാണ് കാവ്യ പറഞ്ഞ പോലെ കൂടുതൽ അറിവ് നേടാൻ പറ്റുമോ? ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഓരോ ജോലിയെ കുറിച്ചും വ്യക്തമായിട്ട് കൂടുതൽ മനസ്സിലാക്കാനും ആ ജോലിയുടെ പ്രാധാന്യം എന്താണെന്നും ആ ജോലിയെ റെസ്പെക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ശരിയല്ലേ? മറ്റൊരു അതെ, കൂടുതൽ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലേ? കാരണം നമ്മൾ ഒരൊറ്റ ജോലി മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അതിന് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ, അതിന് മാത്രമേ നമ്മുടെ അറിവും നോളജും എക്സ്പീരിയൻസും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഇങ്ങനെ ഒരു ജോബ് റൊട്ടേഷൻ, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യക്തികളെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് അവിടെയുള്ള ഭൂരിഭാഗം എല്ലാ ജോലികളെയും കുറിച്ചുള്ള അറിവും എക്സ്പീരിയൻസും വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഒരേ ജോലി തന്നെ ചെയ്ത ഒരു വിരസത ഒഴിവാക്കാൻ പറ്റില്ലേ? അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ജസ്റ്റ് ഒരു അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കാണ്ട് വെറുതെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടാ. അപ്പൊ നോക്കിയേ, ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ. അതിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഒരു ട്രെയിനീസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് ജോബ് റൊട്ടേഷൻ. The trainee received job knowledge and gain experience from his supervisor or trainer. അപ്പൊ ഇത്തരത്തില് ഓരോ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട അറിവും എക്സ്പീരിയൻസും വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ? അവരുടെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ട്രെയിനറിൽ നിന്ന് നല്ല രീതിയിലുള്ള നോളജും കാര്യങ്ങളും അവർക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും
And this type of training gives an opportunity to the trainee to understand the complications of employees in other jobs and aspects. നമ്മൾ പറയും നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെ. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, സങ്കീർണതകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ജോലിയോടുള്ള ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രെയിനീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിലൂടെ ട്രെയിനീസിന് പുതിയ പുതിയ ജോലികളുമായി ബന്ധപ്പെട്ട് അവരുടെ സൂപ്പർവൈസേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനറിൽ നിന്ന് കൂടുതൽ അറിവുകളും അതുപോലെ എക്സ്പീരിയൻസും ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് ആ ഒരു ട്രെയിനിങ് എന്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം നൽകുന്നുണ്ട്? മറ്റ് എംപ്ലോയീസ് ചെയ്യുന്ന മറ്റു ജോലികളുടെ സങ്കീർണതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും അതിനെ ബഹുമാനിക്കാനും ഒരു അവസരം അവിടുത്തെ ട്രെയിനീസിന് ഈ ഒരു ജോബ് റൊട്ടേഷൻ വഴി നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? ജോബ് റൊട്ടേഷൻ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. രണ്ടാമത്തേതാണ് കോച്ചിങ്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ the training is assigned to a particular supervisor who act as a coach in training the individual. ഇവിടെ കോച്ചിങ് എന്ന് പറയുന്നത് ഓരോ ട്രെയിനീസിനും ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സൂപ്പർവൈസറിനെ അവർക്ക് വേണ്ടി നിയോഗിക്കും. അദ്ദേഹം ആ ഒരു ഇൻഡിവിജ്വലിന്റെ പരിശീലനം നൽകുന്ന കോച്ചായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. And the supervisor provides feedback to the trainee on his performance and provide him with some suggestions for improvement. കോച്ച് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു? അവരുടെ പെർഫോമൻസ് വിലയിരുത്തി അവർക്ക് എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസിലെ കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതാണ് കോച്ചിങ്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ അവരുടെ സൂപ്പർവൈസറെ എല്ലാ ട്രെയിനീസിനും ഒരു പർട്ടിക്കുലർ സൂപ്പർവൈസറിനെ കോച്ചായിട്ട് നമ്മൾ നിയമിക്കുകയാണ് ചെയ്യുക. ആ കോച്ച് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവൈസർ ഇവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുകയും കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ നൽകുകയും അവരുടെ ഏതൊക്കെ മേഖലയിലാണോ അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? കോച്ചിങ് മനസ്സിലായോ? ഒരു കോച്ച് അവര് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് തന്നെയാണ് അവര് കോച്ചായിട്ട് അവരെ നിയോഗിക്കുന്നു. അവരിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ഇവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുകയും അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുകയും അതുപോലെ ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമായിട്ടുള്ള ഏരിയാസിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. മൂന്നാമത്തത് ജോബ് ഇൻസ്ട്രക്ഷൻ. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. ഈ ഒരു മെത്തേഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, ചോദിക്കാറുണ്ട്. ഈ ജോബ് ഇൻസ്ട്രക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് ആണ്. Then under this method the trainer explains to the trainee the way of doing the jobs, knowledge and skill and enable him to do the job. ഇവിടെ ഈ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡില് ട്രെയിനർ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ടു ദ ട്രെയിനി ദ വേ ഓഫ് ഡൂയിങ് ദ ജോബ്സ്. ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അവിടുത്തെ ട്രെയിനീസിന് ആ ട്രെയിനർ അല്ലെങ്കിൽ പരിശീലകർ പറഞ്ഞു കൊടുക്കും. ആ നോളജ് ആൻഡ് സ്കിൽ ആൻഡ് എനേബിൾ ഹിം ടു ഡു ദ ജോബ്. അവർക്ക് എങ്ങനെ ആ ജോലി ചെയ്യണം അതുമായി ബന്ധപ്പെട്ട അറിവും കഴിവും എന്തൊക്കെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെയിനർ ആ ഉള്ള പരിശീലകൻ എന്ത് ചെയ്യുന്നു? ആ ട്രെയിനീസിന് പറഞ്ഞു കൊടുക്കുന്നു. ആ എനേബിൾ ഹിം ടു ഡു ദ ജോബ്. അതിലൂടെ അവരെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുകയാണ് ജോബ് ഇൻസ്ട്രക്ഷനിലൂടെ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. പതുക്കെ അവരെ എന്ത് ചെയ്യുന്നു? ആ ജോലി എങ്ങനെ ചെയ്യണം, അതിന് എന്തൊക്കെ അറിവുകൾ വേണ്ടത്, എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവുകൾ വേണമെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് വിശദീകരിച്ച് നൽകുകയും അതിലൂടെ അവരെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുകയും ചെയ്യാണ്. Then the trainer appraises the performance, provide information and correct the trainees. അതുപോലെ തന്നെ കൃത്യസമയങ്ങളിൽ അവരുടെ പെർഫോമൻസിനെ ആ ഒരു പരിശീലകൻ വിലയിരുത്തുകയും അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് കറക്റ്റ് ദ ട്രെയിനീസ്. കൃത്യമായ ഇൻഫർമേഷൻസ് അതാത് സമയങ്ങളിൽ കൊടുത്ത് പരിശീലകൻ എന്ത് ചെയ്യുന്നു? ആ ട്രെയിനീസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു.
കോച്ചിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സൂപ്പർവൈസർ ഒരു കോച്ചായിട്ട് നിന്ന് അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും അതിനുശേഷം ഫീഡ്ബാക്ക് കൊടുക്കുന്നു, സജഷൻസ് കൊടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ആവശ്യമായിട്ട് ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും അറിവുകളും കഴിവുകളെ കുറിച്ചൊക്കെ വിശദമാക്കി ആ ഓരോ ഘട്ടങ്ങളിലെയും അവരുടെ പെർഫോമൻസ് വിലയിരുത്തി അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുകയും അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അതിലൂടെ മൊത്തത്തിൽ അവരെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും, അതായത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിന് അവസാനം അവർ ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഫുള്ളി പ്രാപ്തരാക്കി എടുക്കുകയുമാണ് ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Fourth one ആണ് committee assignment. Committee assignment എന്ന് പറഞ്ഞാല് under this method a group of trainees is tasked to solve an actual organizational problem. അതായത് ആ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് കൊടുക്കും. And the trainees solve the problem together and develop teamwork and unity. അവരെന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാക്കി തിരിച്ചതിന് ശേഷം അവർക്ക് നമ്മുടെ സ്ഥാപനത്തിലെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലെ യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ അവർ ഗ്രൂപ്പ് വർക്ക് ആയിട്ട് നിന്ന് സംസാരിച്ച് ആലോചിച്ച് ഐഡിയാസ് കൊണ്ടുവന്ന് ആ ഒരു പ്രോബ്ലത്തിനെ ഒരുമിച്ച് എന്ത് ചെയ്യും? സോൾവ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ആ ട്രെയിനീസ് ആ പ്രോബ്ലത്തിനെ ഒരുമിച്ച് നിന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവർക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കും, കഴിവും വർദ്ധിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നല്ലൊരു ടീം വർക്കും യൂണിറ്റിയും അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് കമ്മിറ്റി അസൈൻമെന്റ്. അതായത് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് ആ ഓർഗനൈസേഷനിലെ ഒരു ആക്ച്വൽ പ്രോബ്ലം, യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അവര് ഗ്രൂപ്പായിട്ട് നിന്ന് സംസാരിച്ച് നല്ല ടീം വർക്കോടുകൂടി യൂണിറ്റിയോടുകൂടി പ്രവർത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുകയും ചെയ്യും. അപ്പൊ അതിലൂടെ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് നല്ലൊരു ടീം വർക്കും യൂണിറ്റി ഒരു ഐക്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഈ 4 എണ്ണവും എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണോ ആ എംപ്ലോയി ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാം. അപ്പൊ അതിൽ 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിലൂടെ മറ്റു ജോലിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകളോ അതിനെ ബഹുമാനിക്കാനും അഥവാ പല ജോലികളുമായി ബന്ധപ്പെട്ട അറിവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് കോച്ചിങ്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൂപ്പർവൈസറിനെ ഇവർക്ക് കോച്ചായിട്ട് നിയോഗിക്കുകയും ആ കോച്ചുകൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കും, ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയുള്ള സജഷൻസ് കൊടുക്കും. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് പരിശീലനങ്ങൾ നൽകാണ്. ഒരു ജോലി മാക്സിമത്തിൽ നല്ല രീതിയിൽ അവരെ പെർഫോം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഓരോ ഘട്ടമായിട്ട് അവർക്ക് ആ ജോലി ചെയ്യാൻ ആവശ്യമായ അറിവ് എന്തൊക്കെയാണ്, കഴിവ് എന്തൊക്കെ വേണം, എങ്ങനെ ആ ജോലി ചെയ്യാം, അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങളും ഇൻഫർമേഷൻസും കൊടുക്കുന്നു. കൃത്യമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും അവരെ കറക്റ്റ് ചെയ്ത് ട്രെയിനീസിനെ കൊണ്ടുവന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെ കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ ആ ഓർഗനൈസേഷനിൽ ഒരു ആക്ച്വൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ആ ഒരു ട്രെയിനീസ്, ആ ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ആ ഒരു ആക്ച്വൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും അതോടൊപ്പം ഒരുമിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം നല്ലൊരു ടീം വർക്കും യൂണിറ്റിയും ഒക്കെ വികസിപ്പിച്ചെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഇത് ചോദിക്കാനുള്ള ഭാഗമാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയട്ടെ, നെക്സ്റ്റ് മെത്തേഡ് പറയാലോ. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, in this method of training, the trainee is removed from the job setting and concentrate on learning the material related to his future job performance. അപ്പൊ ഇവിടെ നമ്മൾ ഓൺ ദ ജോബ് മെത്തേഡിൽ എന്താ പറഞ്ഞേ, അവൻ എവിടെയാണോ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് പരിശീലനം നൽകുന്നു അല്ലെ. അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡ് എങ്ങനെയായിരിക്കും? അവരുടെ ജോബ് സെറ്റിംഗിൽ നിന്ന് അവരെ മാറ്റി അല്ലെ, അതായത് അവർ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്നും മാറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്ന മെത്തേഡാണ് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. Under this method of training, the trainee is removed from the job setting. കണ്ടോ, ട്രെയിനി ആ ഒരു ജോബ് സെറ്റിംഗ് അവരെവിടെയാണോ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് അവരെ മാറ്റും, വേറെ എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും വെച്ച് പരിശീലനം നൽകുന്നു. And concentrate on learning the material related to his future job performance. ഭാവിയിലേക്കുള്ള അവരുടെ ജോബ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും കാര്യങ്ങളെ കുറിച്ചുമുള്ള പഠനങ്ങളും പരിശീലനങ്ങളുമാണ് ഇവിടെ നമ്മൾ നടത്തുക. Then there are some of the off-the-job training methods. Off-the-job training മെത്തേഡിൽ വരുന്നവയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, in this method actual work conditions are recreated in a classroom. Material, files and needed equipments are also used in training. This type is used for training personnel for clerical and semi-skilled job. ഇവിടെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി സ്ഥലത്ത് നമുക്ക് എല്ലാ ഉപകരണങ്ങളും ഫയൽസും കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം ഉണ്ടാവും അല്ലെ. പക്ഷെ ഇത് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അത് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? ആ ഒരു ക്ലാസ് റൂമിൽ അത് സെറ്റ് ചെയ്തെടുക്കാണ്. അതായത് ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് കണ്ടീഷനിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, ഫയൽസ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെ അതേപോലെയുള്ള ഒരു അന്തരീക്ഷം, ആക്ച്വൽ ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടീഷൻ പോലെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പുനഃക്രമീകരിക്കുന്നു അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ആ ഒരു ഓഫീസിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽസും ഫയൽസും ആവശ്യമായ എക്യുപ്മെന്റ്സും എല്ലാം നമ്മൾ ഈ ഒരു പരിശീലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. And this type is used for training for clerical and semi-skilled ആയിട്ടുള്ള ജോബുള്ള ജീവനക്കാർക്ക് വേണ്ടിയാണ് കൂടുതലും ഈ ഒരു പരിശീലനം എന്ത് ചെയ്യാറ്, യൂസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഒരു ആക്ച്വൽ വർക്ക് കണ്ടീഷൻ ഒരു ക്ലാസ് റൂമിൽ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരിശീലനം നൽകുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അത് ഒരിക്കലും അവര് ജോലി ചെയ്ത സ്ഥലത്ത് വെച്ചല്ല നൽകുന്നത്, മറ്റെവിടെയെങ്കിലും അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരിടത്ത് നമ്മൾ പരിശീലനം നൽകുന്നു. അപ്പൊ അവിടെ പരിശീലനം നൽകുമ്പോൾ അവർ ജോലി ചെയ്തിരുന്ന ആ ഒരു വർക്ക് കണ്ടീഷൻ, ആക്ച്വൽ വർക്ക് കണ്ടീഷൻ, യഥാർത്ഥത്തിലുള്ള വർക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അത് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ റീക്രിയേറ്റ് ചെയ്യുന്നു. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഫയൽസും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഈ ഒരു പരിശീലനത്തിന് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മനസ്സിലായില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? സെക്കൻഡ് വൺ ആണ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാല് it is defined as a method of human interaction that involve public realistic behavior in an imaginary situation. അതായത് ഇപ്പൊ നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞായിരുന്നപ്പോഴത്തെ നമ്മള് എന്താണ് അമ്മയും കുഞ്ഞുമായിട്ടോ അല്ലെങ്കിൽ ടീച്ചറും കുട്ടികളുമായിട്ടോ ഒക്കെ കളിക്കാറില്ലേ? നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും പല പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവർ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാറില്ലേ? ഉണ്ടോ? നമ്മളും ചെയ്തിട്ടുണ്ട് അല്ലെ? ചെറിയ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ചെയ്തിട്ടില്ലേ? ഉണ്ടോ? ചെയ്യാത്ത ആളുകളുണ്ടോ ഇവിടെ? ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മളും പണ്ടൊക്കെ എന്താണ് കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ഇത്തരത്തിലുള്ള കളികൾ കളിക്കാറുണ്ട് അല്ലെ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്. അതിനെയാണ് നമ്മൾ റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ റോൾ പ്ലേയിങ് ഒരു റിയലിസ്റ്റിക് ബിഹേവിയർ, ഇത് ഇമാജിനറി സിറ്റുവേഷൻ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ?
നമ്മൾ കുഞ്ഞായിരുന്നപ്പോ ഒരു ടീച്ചറും കുട്ടിയുമായിട്ട് കളിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണോ? ആണോ? നമ്മൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ കാഴ്ചക്കാരായിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണോ? ആണോ? സ്റ്റുഡൻസ് ആണോ? അല്ല, അല്ലെ? അതൊരു ഇമാജിനറി സിറ്റുവേഷൻ, നമ്മുടെ ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നതാണ്, അല്ലെ? ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. പക്ഷെ അവിടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പെരുമാറുകയാണ് ചെയ്യുക. ശരിയല്ലേ? റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ആ പെരുമാറുക അല്ലെങ്കിൽ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഭിനയിക്കാതിരിക്കുകയല്ലോ. അല്ല, ഇത് നമ്മൾ സങ്കല്പിച്ചതല്ലേ എന്ന് പറയല്ല. അങ്ങനെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു അഭിനയം കാഴ്ചവെക്കുകയാണ് ചെയ്യാം, അല്ലേ? അതുപോലെ ഇവിടെയും നമ്മൾ റോൾ പ്ലേയിങ്ങിലൂടെ പരിശീലനം നൽകുന്നുണ്ട്. അതായത് ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്, മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ ആക്ഷൻ ബേസ്ഡ് ലേണിംഗ്, അല്ലെ? പ്രായോഗികപരമായിട്ടുള്ള ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്, അല്ലെ? അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു നോട്ട് തരികയോ അല്ലെങ്കിൽ പറഞ്ഞു തരികയോ അല്ല ചെയ്യുന്നത്. നമ്മളിലൂടെ നമ്മളത് ചെയ്തു കാണിക്കുകയാണ് ചെയ്യുക, അല്ലേ? ആണോ? ഇപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു പരിശീലനം നൽകാണ്. അപ്പൊ നമ്മളോട് പറയും, ഇന്നൊരു നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞു തരാണേ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതില് ഇന്ന ആളുകൾ ഇന്ന റോളുകൾ ചെയ്യണം, അതിൽ ഇന്ന റോളുകൾ ഇന്ന ആളുകൾ ചെയ്യണം, അവർ ഇങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് ഇന്ന തന്നെയാണ്. അപ്പൊ അവർ ഇന്ന ആളുകളോട് ഇങ്ങനെയായിരിക്കണം ചെയ്ത് അത് നിർദ്ദേശങ്ങൾ നൽകുക, ഇങ്ങനെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുക, അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അഭിനയിച്ചു കാണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അഭിനയിച്ചു കാണിക്കില്ലേ? ഗ്രൂപ്പായിട്ട് തിരിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്രൂപ്പായിട്ട് തിരിച്ച് നമുക്ക് അഭിനയിച്ചു കാണിക്കാം, അല്ലെ? അപ്പൊ അവിടെ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ ഓരോ കാര്യങ്ങളും? പറ്റോ? അതൊരു ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ്, അല്ലെ? നമ്മൾ ചെയ്തുകൊണ്ടാണ്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ്, അല്ലെ? അപ്പൊ ഇതിലൂടെ കുറച്ചും കൂടി കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും, കേട്ടോ. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻ. അതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസും റിലേഷൻസും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമോ? ആ ഒരു ബിഹേവിയർ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? അവരുമായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളും ചെയ്ത് നീ അങ്ങനെ ചെയ്യൂ, ഞാൻ ഇന്ന റോള് ചെയ്യാം, അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം അത് പ്ലാൻ ചെയ്യും, അല്ലെ? പ്ലാൻ ചെയ്യില്ലേ? അപ്പൊ അതിലൂടെയൊക്കെ നല്ലൊരു ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതാണ് റോൾ പ്ലേയിങ്. അതായത് ഇവിടെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്, പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? റോൾ പ്ലേയിങ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? Then third one ആണ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലെ? ലെക്ചർ മെത്തേഡ് എന്താ? ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെ? നേരിട്ട് നൽകുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ലെക്ചർ മെത്തേഡ്. The instructor organizes the material and given to a group of trainees in the form of verbal lecture. ഇപ്പൊ നമ്മൾ ഒരു ലെക്ചർ മെത്തേഡ് അല്ലേ കാഴ്ചവെക്കുന്നത്, അല്ലെ? ആ ഒരു ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യും. അതൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് വെർബൽ സംസാരത്തിലൂടെ അല്ലെങ്കിൽ വാക്കാൽ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ലെക്ചർ മെത്തേഡ്. അവിടെ അവരുടെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ടർ ആണ് മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതും അവർക്ക് ആവശ്യമായ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നു. അതൊരു വെർബൽ ലെക്ചറിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ലെക്ചർ മെത്തേഡ് ആണ് കേട്ടോ. It's the best suited to train a large group of trainees. ഒരുപാട് ട്രെയിനീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഗ്രൂപ്പായിട്ട് അവരെ തിരിക്കാനോ റോൾ പ്ലേയിങ് നടത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിശീലനം നടത്താനോ ബുദ്ധിമുട്ടല്ലേ? ഒരുപാട് ട്രെയിനീസ് ഉണ്ടെങ്കിൽ, അല്ലേ? ആണോ? ഒരുപാട് ട്രെയിനീസ് ഉണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പായിട്ട് തിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഡിസ്കഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ റോൾ പ്ലേ ചെയ്യാൻ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അല്ലേ?
ഒരുപാട് പരിശീലകരുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ട്രെയിനീസ് ഉണ്ട്, ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും സ്യൂട്ട് ആവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് കൂടിയാണ് ലെക്ചർ മെത്തേഡ്. അപ്പൊ എത്ര പേരുണ്ടെങ്കിലും ഒരു ഇൻസ്ട്രക്ടറിന് ഒരു സ്റ്റേജോ അല്ലെങ്കിൽ മൈക്രോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെർബലി അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? അതുകൊണ്ട് തന്നെ ലെക്ചർ മെത്തേഡ് ഏറ്റവും ട്രഡീഷണൽ ആണ്, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നത്. ദെൻ നാലാമത്തേതാണ് കോൺഫറൻസ്. കോൺഫറൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാം. നോക്കിയേ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. ഇവിടെ എപ്പോഴും ഈ ഒരു കോൺഫറൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊഫഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സൂപ്പർവൈസറി ജോലികൾ ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കോൺഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. This involved a group of people who put forth ideas, examine and share fact, ideas and assumptions and draw a conclusion. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ് ഓഫ് ആളുകള് അവരുടെ ആശയങ്ങൾ അവർ എന്ത് ചെയ്യുന്നു? പ്രകടിപ്പിക്കും അല്ലെങ്കിൽ പറയും. അങ്ങനെ അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. അത് നല്ല രീതിയിൽ അവരുടെ ഷെയർ ഫാക്റ്റുകൾ, പലതരത്തിലുള്ള വസ്തുതകളും ഐഡിയാസും അവരുടെ അനുമാനങ്ങളും ഒക്കെ അവർ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ പ്രകടിപ്പിക്കും. അതിന്റെ കൊണ്ടൊക്കെ അവസാനം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ഇതിന്റെയൊക്കെ അവസാനം ഓരോരുത്തരുടെയും ഐഡിയാസും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ട് തിരിച്ചിട്ട്, ഒരുപാട് പേരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ട് തിരിച്ചിട്ട് അവരുടെ ഒരു ടോപ്പിക് കൊടുത്താല് അതുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ഐഡിയാസ്, അവരുടെ അസംഷൻസ്, അവരുടെ ഫാക്ടുകള്, വസ്തുതകള് മുതലായവയ്ക്ക് അവരെന്ത് ചെയ്യുന്നു? മുൻപോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അവസാനം നമ്മളൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തും, ഒരു നിഗമനത്തിലേക്ക് എത്തും. The leadership quality of the person who leads the group determine the success of this method. അപ്പൊ ഇവിടെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് പേഴ്സൺ, അവിടെ പങ്കെടുക്കുന്ന ആളുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് who leads the group. ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന വ്യക്തി ആരാണോ, ഒരു മെന്റർ ഉണ്ടാവും, ആരാണോ ആ ഒരു ലീഡർഷിപ്പ് നേതൃത്വമുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന പേഴ്സൺ ആരാണോ അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് ഈ ഒരു മെത്തേഡിന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം നിർണ്ണയിക്കുന്നത്. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ക്ലറിക്കൽ അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകള്, സൂപ്പർവൈസറി ജീവനക്കാര് മുതലായവർക്കാണ് ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതില് ഗ്രൂപ്പ് ഓഫ് ആളുകള് അവരെന്ത് ചെയ്യുന്നു? അവരോട് ഓരോരോ ടോപ്പിക്സോ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യാനായിട്ട് കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങളായിക്കോട്ടെ, അവരുടെ അനുമാനങ്ങളായിക്കോട്ടെ, ഫാക്ടുകളായിക്കോട്ടെ ഒക്കെ അവര് എന്ത് ചെയ്യുന്നു? സംസാരിക്കുകയും പറയുകയും അവസാനം ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി അതെന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ ഇവരുടെയൊക്കെ ആശയങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് എത്തുകയാണ് കോൺഫറൻസിൽ ചെയ്യുക. അപ്പൊ അവിടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന വ്യക്തിയുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആ ഒരു മെത്തേഡിന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് പറയുന്നത്. ദെൻ അഞ്ചാമതാണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ. Programmed instruction എന്ന് പറഞ്ഞാല് in recent years this method has become popular and subject matter learned is being presented in a carefully planned sequential series. This method is expensive and time consuming. ഈ ഒരു പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇത്ര മാത്രം. ഇത് കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നാളുമായിട്ട് റീസെന്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ ഇയേഴ്സില് വന്നിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സബ്ജക്ട് മാറ്റേഴ്സ്, ഒരുപാട് വിഷയങ്ങൾ എടുക്കുക ഈ ഒരു പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ മെത്തേഡിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ബീങ് പ്രസന്റഡ് എ കെയർഫുള്ളി സീക്വൻഷ്യൽ സീരീസ്, വളരെ പ്ലാൻ ചെയ്ത ഓരോ സീരീസ് ആയിട്ടാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഗെയിമുകൾ കളിക്കാറുണ്ടോ? ഫോണിലൊക്കെ ഗെയിം കളിക്കാറില്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഫസ്റ്റ് നമ്മൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് അത് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല അല്ലേ? സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ ഗെയിം ഓർത്താൽ മതി. പക്ഷെ അത് നമ്മൾ എങ്ങനെയാ കളിക്കാം? ഫസ്റ്റ് ലെവലിലേക്ക് കയറും അല്ലേ?
നമ്മൾ ആദ്യം ഫസ്റ്റ് ലെവൽ എൻറ്റർ ചെയ്തു, അതിനുശേഷം നമ്മളത് പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ലെവൽ പാസ് ആവണമെന്നില്ല. ശരിയല്ലേ? ആദ്യം ഈസി ആയിരിക്കും അല്ലേ? ഇന്നാണ് ഇവിടെ ആരും ഗെയിം കളിക്കാത്ത ആളുകളാണോ? അല്ലേ? ആദ്യം കുറച്ച് ഈസി ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് അത് കളിച്ച് ഫെയിൽ ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ? അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമ്മൾ ലെവല് 1 കളിക്കാൻ പ്രാപ്തരാകും. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ ലെവൽ 2 പോകും. ലെവൽ 1 കംപ്ലീറ്റ് ചെയ്താലല്ലേ ലെവൽ 2 പോകാൻ പറ്റുള്ളൂ അല്ലേ? ആണോ? അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ലെവൽ 2 ലെവൽ 2 അവിടെയും ഇതുപോലെ തന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി തുടങ്ങി. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ അതും ഒരു 2-3 പ്രാവശ്യത്തെ ട്രയലിന് ശേഷം കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അടുത്തത് 3rd എത്തി. അങ്ങനെ നമ്മൾ ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി, അതും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം പതുക്കെ ഈസി ആയിട്ടുള്ളതിൽ തുടങ്ങി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരെയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കളിക്കാൻ പറ്റില്ലേ? ഓരോ ലെവലും എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ലേ? പറ്റുമോ? കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോഴും ഒരു കംപ്ലീറ്റ് ചെയ്തത് ഒരു ഫുള്ള് ലെവൽസ് കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതേ ഗെയിം കളിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? എന്തുകൊണ്ടാണ് എളുപ്പമാവുന്നത്? എന്തുകൊണ്ടാണ് എളുപ്പമാവുന്നേ? നമ്മൾ അതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവും കഴിവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, നമുക്ക് നല്ലൊരു പ്രാക്ടീസ് അതിൽ വന്നു അല്ലേ? അത് തന്നെ ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടി. അത് കളിക്കാനുള്ള ആ ഒരു പ്രാക്ടീസും കഴിവും ഒക്കെ നമുക്ക് വന്നു, എക്സ്പീരിയൻസ് വന്നു. അതല്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഏതൊരു ജോലിയിലേക്ക് പ്രവേശനത്തിന് കയറുന്ന ഒരു ട്രെയിനി ആണെങ്കിലും അവർക്ക് ആ ജോലിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവില്ല അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ഇതുപോലെ തന്നെയാണ്, നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പരിശീലനം കൊടുക്കുക. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആണ്. സമയം എടുത്ത് ചെയ്യും. നമുക്ക് ഒരു ഗെയിം ആദ്യമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുക്കില്ലേ? രണ്ടാമത് അത് പഠിച്ചു കഴിഞ്ഞ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും സമയം വേണ്ട. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇത് എക്സ്പെൻസീവ് ആണ്, അതുപോലെ ടൈം കൺസ്യൂമിങ്ങും ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓരോരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് ഇവിടെ അറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഫസ്റ്റ് ലെവലില് അല്ലെങ്കിൽ ഫസ്റ്റ് സീരീസില് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ പ്രോഗ്രാമുകൾ മുഴുവൻ പഠിച്ച് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നോ? അപ്പൊ ആ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ലെവല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് മുഴുവൻ പഠിച്ചിരിക്കണം. അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് പഠിച്ച് പൂർത്തിയാക്കി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡറില് പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് വെച്ച് അതിലൂടെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ട്രെയിനീസിന്റെ അറിവും കഴിവും എക്സ്പീരിയൻസും വർദ്ധിപ്പിക്കുന്നതാണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന മെത്തേഡാണ്. വളരെ പോപ്പുലർ ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ്ങും ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു മെത്തേഡ് അധികം ഫോളോ ചെയ്യാറില്ല. ക്ലിയർ ആയോ? അത് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ എന്താന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ഓഫ് ദ ജോബ് മെത്തേഡുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയാൻ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. അവരുടെ ആ ഒരു ജോബ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന ഇടത്തിൽ നിന്ന് മറ്റെവിടെയെങ്കിലും ആയിരിക്കും അവർക്ക് പരിശീലനങ്ങൾ നൽകുക. അതിൽ വരുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളിൽ ഒന്നാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് കണ്ടീഷൻ ഒരു ക്ലാസ് റൂമിൽ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാല് അതിനെയും ആ ഫസ്റ്റ് സെന്റൻസ് നോക്കി വെക്കുക. ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ ഒരു റിയലിസ്റ്റിക് ബിഹേവിയർ കാഴ്ചവെക്കുന്നതിലൂടെ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻസ് നടത്തുന്ന ഒരു മെത്തേഡാണ് റോൾ പ്ലേയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രഡീഷണൽ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാലും അത് ലെക്ചർ മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ആ രണ്ട് സെന്റൻസ്, ആ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ കോൺഫറൻസ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഇൻവോൾവ്സ് ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സൺസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മള് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരുടെ ഐഡിയാസ്, അവരുടെ ഷെയർ ഫാക്ട്, ഐഡിയാസ്, അസംഷൻസ്, ഡ്രോ എ കൺക്ലൂഷൻ, അതിനുശേഷം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ ലീഡർഷിപ്പ് കൊടുക്കുന്ന വ്യക്തിയുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ആ ഒരു മെത്തേഡിന്റെ സക്സസ് നിർണ്ണയിക്കുന്നത്. പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡ് ഇതിൽ ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അത് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ആണ് കേട്ടോ. അതും ചോദിക്കാറുണ്ട്. അത്രയും സെന്റൻസുകൾ മിസ് പറഞ്ഞ അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞ സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. അതിനുശേഷം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓഫ് ദ ജോബ് മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, റിപ്ലൈ ചെയ്യണം കേട്ടോ വായിച്ചു കഴിഞ്ഞിട്ട്. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് കോൺഫിഡൻഷ്യൽ എഡ്യൂക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന, പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ, തൊഴിലുകൾ ചെയ്യുന്ന, സൂപ്പർവൈസറി ഒക്കെ ജോലികൾ, സൂപ്പർവൈസറി പോലെയുള്ള ജോലികൾ ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതില് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെ സാധാരണ ഒരു കോൺഫറൻസിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരു ടീമായിട്ട് തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസോ പ്രോബ്ലംസോ ഒക്കെ കൊടുക്കും. അത് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രൂപ്പില് അവരുടെ ഐഡിയാസും അതിനെക്കുറിച്ചുള്ള ഐഡിയാസും ഫാക്റ്റുകളും അവരുടെ അസംഷൻസ്, അനുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ട് അത് അവസാനം എല്ലാം, അതായത് ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ എല്ലാവരുടെയും ആ ഒരു ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം ഒരു വ്യക്തി, ഇതൊരു മെന്ററായിട്ട് ഒരു വ്യക്തി ഉണ്ടാകും. അത് ലീഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് സെക്ഷനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അവരെന്ത് ചെയ്യും, അവസാനം അതിനൊരു കൺക്ലൂഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ആ ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്ന വ്യക്തി ആരാണോ, ആ ലീഡ് ചെയ്യുന്ന വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു മെത്തേഡിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യാനും എല്ലാവരെയും അത് തൃപ്തിപ്പെടുത്താനും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിരിക്കണം. മനസ്സിലായോ? കോൺഫിഡൻസ് കാവ്യല്ലേ ചോദിച്ചു. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ ഇത്? ഈ രണ്ടെണ്ണം ചോദിക്കാൻ വരാറുണ്ട്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയയാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ.
നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രെയിനിങ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ refers to an education process in which employees get a chance to develop skills, competency and learning as per the post duty requirements. And sentence ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്, ശരിയല്ലേ? ഒരു എഡ്യൂക്കേഷൻ നൽകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു പ്രക്രിയയല്ലേ ട്രെയിനിങ്? ആണോ? എംപ്ലോയീസിന് ഒരു പരിശീലനത്തിലൂടെ എന്തിനുള്ള ചാൻസ് ആണ് കിട്ടുന്നത്? ഡെവലപ്പ് സ്കിൽ, അവരുടെ കഴിവുകള്, അവരുടെ പ്രാവീണ്യം, കോമ്പിറ്റൻസി ആൻഡ് ലേണിംഗ് അല്ലെ, പഠനത്തിനുള്ള അതുപോലെ തന്നെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, അവരുടെ കഴിവുകളും പ്രാവീണ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും. എന്തിനെ കുറിച്ച്? ഫർദർ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്, അവര് നിലവിൽ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട അറിവ് നേടാനും കഴിവുകളും പ്രാവീണ്യവും ഒക്കെ നേടാനുള്ള അല്ലെങ്കിൽ വികസിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്ന അല്ലെ, ഒരു അവസരം കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു പരിശീലനത്തിലൂടെ നമുക്ക് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് അല്ലെ. നമുക്ക് അതിലൂടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എപ്പോഴും ഒരു പരിശീലനം നടത്തുന്നത് ആ പർട്ടിക്കുലർ ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണ്. അത് അറിയാലോ അല്ലെ. നമ്മളൊരു ജോലിയിൽ നിൽക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡോ കാര്യങ്ങളോ അവിടെ വന്നാൽ അതിനെപ്പറ്റി നമുക്ക് അറിവില്ല എങ്കിൽ നമുക്ക് അതിനുള്ള പരിശീലനം നൽകും. ശരിയല്ലേ? ആ ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് പരിശീലനം കിട്ടുക. അതായത് നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണോ? അല്ല അല്ലെ. ആ ജോലിയുടെ ആവശ്യകതക്കനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവും കഴിവും ഒക്കെ പ്രാവീണ്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. സിംപ്ലി നമുക്ക് എങ്ങനെ പറയാം? സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ നോളജും സ്കില്ലും അല്ലെ, അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? Training is performed for improving knowledge and skills that are needed to carry out their existing job. അതുപോലെ തന്നെ അവർ നിലവില് ആ ട്രെയിനീസ് എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട അറിവും കഴിവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശീലനങ്ങൾ നൽകുന്നത്. That's why it is short term or term based, short time or term focused and for a fixed duration. അതുപോലെ തന്നെ ഒരിക്കലും ഒരു പരിശീലനം എന്ന് പറയുന്നത് ലോങ് ടേം അല്ല, ഷോർട്ട് ടേം ആണ് അല്ലെ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് അറിവ്, ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കാനാണ് നമുക്ക് പരിശീലനം നൽകുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ പുതിയതായിട്ട് ഒരു മെഷീനറി കൊണ്ടുവന്നു, ഒരു മെഷീൻ കൊണ്ടുവന്നു. ആ മെഷീൻ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് അതിന് വേണ്ടിയുള്ള പരിശീലനം നൽകും. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമാണത് അല്ലെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് അത് പ്രവർത്തിപ്പിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതിനുള്ള പരിശീലനങ്ങൾ തന്നു. അപ്പൊ അതിലൂടെ നമുക്ക് അത് പ്രവർത്തിപ്പിക്കാനുള്ള അറിവും കഴിവും നമുക്ക് വർദ്ധിപ്പിച്ചു. പിന്നെ നമുക്ക് അതിനെ പറ്റിയുള്ള വേറൊരു പിന്നെയും ട്രെയിനിങ് തരേണ്ട കാര്യമുണ്ടോ? പിന്നെയും എല്ലാവരും ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? നമുക്കത് പ്രവർത്തിപ്പിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ പരിശീലനം നേടിയോടുകൂടി തന്നതോടുകൂടി നമുക്ക് അതിനുള്ള അറിവും കഴിവും ഒക്കെ വന്നു. നമുക്കത് ചെയ്യാൻ ഇപ്പോ അറിയാം. പിന്നെ നമ്മൾ അതിനെ തന്നെ പിന്നെയും പരിശീലനം നമുക്ക് തരുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? തരുമോ? പിന്നെയും പരിശീലനം നമുക്ക് തരുമോ? അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ പുതിയതായിട്ട് വരുമ്പോ അതിനായിരിക്കും നമുക്ക് അടുത്ത പരിശീലനം തരാം. ശരിയല്ലേ? അടുത്ത എന്തെങ്കിലും ടെക്നോളജി കൊണ്ടുവരുമ്പോ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള പരിശീലനമായിരിക്കും നമുക്ക് അടുത്തത് കിട്ടുക. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് ടൈം ആണെന്ന്. പരിശീലനം ഒരിക്കലും ലോങ് ടേം അല്ല. പരിശീലനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് അല്ലെ. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം അല്ല നമുക്ക് കിട്ടുന്നത്. ആ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ വരുന്നതിനനുസരിച്ച് വ്യത്യസ്ത കാര്യങ്ങളിൽ അറിവും കഴിവും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടാം അല്ലെ.
അവിടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് അത് ഷോർട്ട് ടേം ആണ്. അതുപോലെ തന്നെ ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ, നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തീരുന്നതോ കുറച്ച് സമയത്തിനുള്ളിൽ തീരുന്നതോ ഒക്കെ ആയിട്ടുള്ള പരിശീലനങ്ങളാ കിട്ടാം അല്ലേ? അല്ലാതെ ഒരുപാട് ലോങ് ടേം ആയിട്ടുള്ള ഡ്യൂറേഷനിലുള്ള ഒരു പരിശീലനം ഒന്നും അല്ലല്ലോ കിട്ടുന്നത്. ചിലപ്പോ ഒരു ദിവസം ആയിരിക്കാം, ചിലപ്പോ ഒരാഴ്ച ആയിരിക്കാം, ചിലപ്പോ ഒരു മാസം ആയിരിക്കാം. ഒരു ഫിക്സഡ് ഡ്യൂറേഷനുള്ളിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ട് ഉള്ള ഒരു പരിശീലനമാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആണ് എപ്പോഴും കണ്ടക്ട് ചെയ്യാറ്. Mainly, it is the result of initiative taken by management and it's a result of outside motivation. സാധാരണ ഒരു പരിശീലനം ആരുടെ ഇനിഷ്യേറ്റീവിലാണ് സാധാരണ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്? മാനേജ്മെന്റ് ആണ് നമുക്ക് പരിശീലനം തരാം അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് അല്ലേ നമുക്ക് പരിശീലനം തരുന്നത്? അവരുടെ ഇനിഷ്യേറ്റീവിലല്ലേ നമുക്ക് ട്രെയിനിങ് തരിക അല്ലേ? അവര് ഇനിഷ്യേറ്റീവ് എടുത്ത് ആരംഭം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആരംഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇവർക്ക് പരിശീലനം ഇന്ന മേഖലയിൽ കൊടുക്കാം എന്ന് പറഞ്ഞാണ് അവരുടെ ഇനിഷ്യേറ്റീവിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഭൂരിഭാഗവും നമ്മളെ കൊടുക്കുന്ന മോട്ടിവേഷനേക്കാൾ കുറച്ചും കൂടി 10 മടങ്ങ് കൂടുതൽ നമുക്ക് കിട്ടുന്ന ബാഹ്യ മോട്ടിവേഷന്റെ ഫലമായിട്ടാണ് ആ ഒരു പരിശീലനങ്ങൾ നൽകുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. അപ്പൊ അവിടെ എംപ്ലോയീസിന് അവരുടെ സ്കില്ലും കോമ്പിറ്റൻസിയും ലേണിംഗിനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സിംപിളി നമുക്ക് എന്ത് പറയാം? ഇത് പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ജോബുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു പരിശീലനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഇത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിക്സഡ് ഡ്യൂറേഷൻ ഉള്ള ഒരു പ്രക്രിയയാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇത് മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവോട് കൂടിയാണ് പ്രധാനമായിട്ടും റിസൾട്ട് ആവുന്നത്. അതുപോലെ ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷന്റെ റിസൾട്ടോട് കൂടിയുമാണ് പരിശീലനം കൂടുതലും നടക്കുക. വേഗം ഒന്ന് വായിക്കാട്ടോ അത്. വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മളെ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്, അത് തീരില്ല. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ് വരെ നമ്മൾ നിർത്തുകയാണ്. ഇനി അടുത്തത് ഡെവലപ്മെന്റിന്റെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങും കേട്ടോ. അപ്പൊ ഇവിടെ വരെ ഇന്നെടുത്ത ഭാഗങ്ങള് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.